സ്നേഹപുറം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ കാറിൽ കണിമംഗലത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തെല്ലാം വരുണിൻ്റെ മനസ്സിലാണെങ്കിൽ രാധികയുമൊത്തുള്ള നല്ല നല്ല നിമിഷങ്ങളുടെ ഓർമ്മകൾ മാത്രമായിരിക്കും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുൺ തിടുക്കത്തിൽ കണിമംഗലത്തേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ സമയം കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ പ്രിയങ്ക റൂമിലിരുന്ന് മുത്തശ്ശി വരുണുമായിട്ട് ഫോണിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിക്കുകയാണ്. രാധികമ്മളുടെ പിറന്നാൾ ദിവസത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഞാൻ അറിയിക്കും, നിങ്ങളെ രണ്ടാളും ഞാൻ ചേർത്ത് വെക്കും. അങ്ങനെ മുത്തശ്ശി പറഞ്ഞ ആ വാക്കുകളൊക്കെ ഓർത്ത് ആകെ കാലുതുള്ളി പ്രിയങ്ക നേരെ ചെല്ലുന്നത് രാധികയുടെ റൂമിലേക്കാണ്. ഈ സമയം റൂമിൽ രാധികയാണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും. അങ്ങനെ പ്രിയങ്ക രാധികയെ നോക്കി ദേഷ്യത്തിൽ നിന്നോട്ട് പ്രിയങ്ക മനസ്സിൽ പറഞ്ഞേ, സുഖിച്ചുറങ്ങുവാണല്ലേ, നാളെ നിൻ്റെ പിറന്നാൾ ദിവസത്തെ എല്ലാ സത്യങ്ങളും എല്ലാവരെയും അറിയിച്ച് ഇവിടുത്തെ റാണിയായിട്ട് വരുണിൻ്റെ ഒപ്പം ജീവിക്കാമെന്നുള്ള കണക്കുകൂട്ടലിൽ സുഖിച്ചങ്ങ് ഉറങ്ങുവാണല്ലേ. അങ്ങനെ എന്നെ തോപ്പിച്ചുകൊണ്ട് നീ അങ്ങനെ ജീവിക്കണ്ടടി, നിന്നെ ഞാൻ വെച്ചേക്കില്ല. നാളത്തെ ദിവസം രാവിലെ നിന്നാരും ജീവനോടെ കാണില്ല, നിൻ്റെ മരിച്ച ശവം ഒരിക്കൽ അവർ കാണാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ് അവിടെയുള്ള ഒരു പാത്രം എടുത്ത് രാധികയുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കാനായിട്ട് തുടങ്ങുമായിരിക്കും. പിന്നീട് പെട്ടെന്ന് പ്രിയങ്ക അത് നിർത്തുക. എന്നിട്ട് പറയണേ, ഇവളെ കൊന്നിട്ട് ആ കുറ്റത്തിൽ ഞാനെന്തിനാ ജയിലിൽ പോയി കിടക്കുന്നത്? അങ്ങനെ ഇവൾക്ക് വേണ്ടി തൊളിച്ച് കളയാനുള്ളതാണോ എൻ്റെ ജീവിതം? അല്ല. എന്നിട്ട് ഈ സമയം മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രിയങ്ക ആലോചിക്കുവാണ്. ഈ രണ്ട് കാര്യങ്ങൾ നീ എങ്ങനെയെങ്കിലും നടത്തിയെടുത്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നീ ചെയ്യണം. അങ്ങനെ ആ കാര്യങ്ങൾ ആലോചിച്ച് പ്രിയങ്ക പറയണേ, എങ്ങനെയാണ് നിന്നെയും അവനെ ഇവിടുന്ന് പുറത്താക്കേണ്ടതെന്ന് എനിക്കറിയാം. രണ്ടിനെയും ഞാൻ ശരിയാക്കി തരാം. എന്താ നാളെ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞാൽ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തെത്തുന്ന വരുണാണ് കേട്ടോ. വരുൺ അങ്ങനെ വണ്ടിയൊക്കെ പുറത്ത് നിർത്തി കാറിൽ നിന്ന് ഗിഫ്റ്റും എടുത്ത് പതിയെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുവാണ്. എന്നിട്ട് പമ്മി വണ്ടിയുടെ അവിടെ മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഫോണെടുത്ത് മുത്തശ്ശിയെ വിളിക്കാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. ഈ സമയത്ത് ആരോ വാതിൽ തുറക്കുന്നത് കണ്ട് വരുൺ വേഗം തന്നെ കാറിൻ്റെ ഇടയിൽ മറഞ്ഞു നിൽക്കുവാണ്. ഈ സമയം മുത്തശ്ശി വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത് വരുൺ കാണുക. അങ്ങനെ വരുണിനെ കാണുന്നത് മുത്തശ്ശി വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. മുത്തശ്ശിയായിരുന്നോ? ഞാനങ്ങ് പേടിച്ചുപോയി. എത്ര നേരമായിടാ ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു. നിനക്ക് വാതിൽ തുറന്നു തരാൻ വേറെ ആരുമില്ലല്ലോ. ഇങ്ങനൊരു മുത്തശ്ശിയെ കിട്ടിയ ഞാൻ ഒരു ഭാഗ്യവൻ തന്നെയാണ്. എൻ്റെ പ്രണയത്തിന് വേണ്ടി മുത്തശ്ശി എന്തോരം സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. താങ്ക് യു മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശി ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യാണ്ട് വരുൺ. ഈ സമയം പ്രിയങ്കയും ഡോറിൻ്റെ ഇടം മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാകും. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, മതി മതി മതി, വെളുപ്പിന് 4 മണിയായി. നീ വേഗം ചെന്ന് നിൻ്റെ പെണ്ണിനെ കണ്ട് സമ്മാനമൊക്കെ കൊടുത്ത് ആരും കാണാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. ഭഗവാനെ, എല്ലാം നന്നായി നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് വരുണിനകത്തേക്ക് പറഞ്ഞു വിടുവാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ നേരെ രാധികയുടെ റൂമിലേക്ക് പോകുവാണ്. തൊട്ടു പിന്നാലെ തന്നെ വരുൺ കാണാതെ മറഞ്ഞു നിന്ന് പ്രിയങ്കയെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുൺ നേരെ രാധികയുടെ റൂമിലേക്ക് ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നത് പ്രിയങ്ക കാണുവാണ്. പ്രിയങ്കയും അവിടെ മറഞ്ഞു നിന്ന് എത്തി നോക്കുവാണ്. ഈ സമയം രാധിക നല്ല ഉറക്കമായിരിക്കുമല്ലോ. അന്നേരം വരുൺ രാധികയുടെ അരികിൽ നിന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു മയിൽപ്പീലി എടുത്ത് രാധികയെ പതിയെ തോണ്ടി വിളിക്കുവാണ്. അങ്ങനെ ഇതൊന്നും കൊണ്ട് സഹിക്കാനാവതെ പ്രിയങ്ക അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം വരുൺ വീണ്ടും ഇങ്ങനെ തഴുകുമ്പോഴേക്കും രാധിക പെട്ടെന്ന് ചാടി എണീക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് ഒച്ച വെക്കാൻ പോകുമ്പോഴേക്കും രാധികയുടെ വാപത്തി പിടിക്കുവാണ്ടോ വരുൺ. അതെ, ഒച്ച വെക്കല്ലേ, ഞാനാ. എന്നിട്ട് രാധികയുടെ അരികിലിരുന്ന് അവർ രണ്ടുപേരും പരസ്പരം കുറച്ചു നേരം മുഖത്തോട് മുഖം നോക്കുവാണ്. എന്നിട്ട് വരുൺ രാധികയുടെ അടുത്തേക്ക് പോയിട്ട് ഹാപ്പി ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ പെണ്ണിനുള്ള പിറന്നാൾ സമ്മാനം. തൻ്റെ പിറന്നാളായി എന്നറിഞ്ഞപ്പോൾ പിന്നൊട്ടും സമയം കളയാൻ തോന്നിയില്ല, വേഗം ഇങ്ങ് പോന്നു. ഈ സമയം രാധിക ടെൻഷനോട് കൂടി ചുറ്റും നോക്കണേ. അന്നേരം വരുൺ പറയണേ, താൻ ടെൻഷനൊന്നും ആവണ്ട, മുത്തശ്ശിയ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത്. എൻ്റെ പെണ്ണിന് എൻ്റെ വക ഒരു സമ്മാനം. അങ്ങനെ ആ സമ്മാനം സന്തോഷത്തോടു കൂടി രാധിക വാങ്ങുവാണ്. രാധികയ്ക്ക് ഒത്തിരി സന്തോഷമൊന്നുണ്ട് കേട്ടോ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ നേരെ ഓടിച്ചെല്ലുന്നത് അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക്. കഥകൊക്കെ തട്ടി അവർ വിളിച്ച് ഉണർത്തുവാണ്. ഈ സമയം പരമേശ്വരനും പത്മിനിയും പുറത്തേക്ക് ഇറങ്ങി വരെ, അച്ഛ അമ്മേ, അവിടെ ചേച്ചിയുടെ റൂമിൽ എനിക്കത് പറയാൻ വയ്യ, നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ വാ. ഈ സമയം മുത്തശ്ശിയും ഇതൊക്കെ കാണുന്നുണ്ടാകും കേട്ടോ. ഇവൾ പണി പറ്റിച്ചല്ലോ എന്നുള്ള മട്ടിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് മുത്തശ്ശി. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് വലിച്ച് രാധികയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇതേ സമയം വരുണിൻ്റെ അധികം അവിടെ സംസാരിക്കുകയാണ് കേട്ടോ. അന്നേരം വരുൺ പറയണേ, അതെ, ഇത്തവണത്തെ ഈ പിറന്നാൾ ദിവസത്തിൽ തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു സമ്മാനം വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ വരുൺ. എന്നിട്ട് രാധികയുടെ അരികിലേക്ക് കൂടുതൽ അടുത്തടുത്ത് പോകുവാണ് വരുൺ. ഈ സമയത്തായിരിക്കും റൂമിലേക്ക് പ്രിയങ്കക്കൊപ്പം പരമേശ്വരനും പത്മിനിയും വരുന്നത്. അങ്ങനെ അവരെല്ലാവരെയും കാണുന്നതും രാധിക വരുണും അങ്ങ് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. പിന്നാലെ ഉർവശിയും മുത്തശ്ശിയൊക്കെ എത്തുന്നുണ്ട്. ഈ സമയം പ്രിയങ്ക പറയണേ, കണ്ടില്ലേ അച്ഛൻ്റെ മോൻ്റെ സ്വഭാവം. ഇവർ രണ്ടാളും കൂടി നശിപ്പിച്ചത് എൻ്റെ ജീവിതമായിരുന്നു. ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് കരയുവാണ്. ഈ സമയം പരമേശ്വരൻ നേരെ ചെന്ന് വരുണിൻ്റെ കാരണത്തിട്ടൊന്ന് പൊട്ടിക്കുക. നീ അച്ഛനെ തകർത്ത് കളഞ്ഞില്ലേടാ,
ഈ കണിമംഗല കുടുംബത്തിൻ്റെ അന്തസ്സ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകൻ്റെ എത്ര ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാലിപ്പോൾ അതെല്ലാം നീ നശിപ്പിച്ച് കളഞ്ഞില്ലേ, എന്നെ അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞില്ലേടാ നീ. ഈ സമയം രാധികയാണെങ്കിൽ സങ്കടം കൊണ്ട് മുഖത്ത് നോക്കാനാവാതെ നിൽക്കുക. അന്നേരം പരമേശ്വരൻ പറയണേ, എന്താ മോളെന്താ തല താഴ്ത്തി നിൽക്കുന്നത്? തല ഉയർത്തിപ്പിടിച്ചല്ലേ നിൽക്കേണ്ടത്? അനിയത്തിൻ്റെ ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്കുമല്ലേ? ഇത്ര നാളും നിന്നെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വലിയ ചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ ആയിരുന്നു. അത്ര ഉയർത്തിന്ന ഇപ്പം നീ താഴേക്ക് വീണത്. ഈ സമയം ഉർവശി പറയണേ, ഏട്ടൻ ഇത് ഇപ്പോഴല്ലേ അറിഞ്ഞത്? ഇതൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കലാപരിപാടികളാണ്. ഒളിഞ്ഞും മറിഞ്ഞും പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദേ ഈ നിൽക്കുന്ന അമ്മ തന്നെയായിരുന്നു ഇവർക്ക് സപ്പോർട്ട്. ഈ സമയം പത്മിനിയും പറയണേ, ഇവൻ ഇവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് എസ്റ്റേറ്റിലേക്ക് വിട്ടതിൻ്റെ കാരണം ഇത് തന്നെയായിരുന്നു. ഇവനിങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് നിർബന്ധിച്ച് പറഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെയായിരുന്നു. കുടുംബത്തിന് അപമാനം ഉണ്ടാക്കാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് വിചാരിച്ചു. എന്നിട്ടും ഇവൾ തന്നെ ഇപ്പോൾ ഇവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അന്നേരം പരമേശ്വരൻ പറയണേ, രണ്ടാളും ഇതിൽ തെറ്റുകാരാ. അതിൽ ഒരാളെ മാത്രം കുറ്റപത്രം ചുമത്തേണ്ട കാര്യമില്ല. ഇതിന് ഒരേ ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഈ കണിമംഗലത്തിനും പുറത്തായിരിക്കണം. ഇനി രണ്ടുപേരും ഇപ്പം തന്നെ ഇവിടെ നിറങ്ങിക്കൊള്ളണം. അതൊക്കെ കേട്ട സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് പ്രിയങ്ക. ഇവിടെ വാടാ എന്നും പറഞ്ഞ് വരനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ പരമേശ്വരൻ. ഈ സമയം ഉർവശി ചോദിക്കണേ, നീ ഇവിടെ എന്ത് കാണാൻ നിൽക്കുക? ഇറങ്ങടി, നിന്നോട് ഇനി പ്രത്യേകം പറയണോ ഇറങ്ങാൻ എന്നും പറഞ്ഞ് രാധികയും ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ട അവരെല്ലാവരും. ഈ സമയം മുത്തശ്ശി വരണേ, പരമേശ്വര നിർത്ത്, നടന്ന കാര്യങ്ങളെല്ലാം നീ വ്യക്തമായിട്ട് കേൾക്ക്. ഇനി എന്ത് കേൾക്കാനാമ്മേ? കേൾക്കണം, നീ ചിലതും കൂടി അറിയാനുണ്ട്. നീ വന്നപ്പോൾ തന്നെ വരന് സംഭവിച്ച നഷ്ടബോധത്തെക്കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയത് ഓർമ്മയുണ്ടോ? അതെന്താണെന്ന് നീ അറിയണം. പ്രിയങ്കയുടെ കഴുത്തി വരൻ താലി കെട്ടുന്നതിന് മുമ്പേ തന്നെ പരസ്പരം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവരായി ഇവർ രണ്ടാളും. അക്കാര്യം പത്മിനിക്കും ഉർവശിക്കും എല്ലാവർക്കും അറിയാം. എന്തിന് ഈ കാഴ്ച കാണിക്കാനായിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പ്രിയങ്കയ്ക്ക് പോലും ഈ കാര്യങ്ങൾ അറിയാം. വരണേ, എല്ലാ സത്യങ്ങളും നീ തന്നെ തെളിവ് സഹിതം ഇവർക്കെല്ലാവർക്കും മുമ്പിൽ കാണിച്ചു കൊടുക്കും. ഈ സമയം വരൻ പറയണേ, എല്ലാവർക്കും മുമ്പിൽ കാണിച്ചു തരാം ഞാൻ. ഭഗവാന്റെ സന്നിധി വെച്ച് തന്നെ എല്ലാവരുടേക്കും ആവശ്യമായിട്ടുള്ള തെളിവ് കാണിച്ചു തരാം. രാധികെ എന്നും പറഞ്ഞ് രാധികയും കൂട്ടി വരുൺ നേരെ പൂജാമുറിയിലേക്ക് പോകുവാണ്. പിന്നാലെ അവരെല്ലാവരും ചെല്ലുന്നുണ്ട് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, രാധികെ ഇനിയും താൻ ആരുടെ മുമ്പിലും തെറ്റുകാരിയായിട്ട് തല താഴ്ത്തി നിൽക്കേണ്ട. എല്ലാ സത്യങ്ങളും ഇന്നത്തോടെ എല്ലാവരും മനസ്സിലാക്കണം. ഇനി നമുക്ക് ഒളിച്ചും പാത്തും ജീവിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ ജീവിക്കണം. എന്നിട്ട് വരുൺ നേരെ പ്രിയങ്കയുടെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് അച്ഛനോടായിട്ട് പറയണേ, അച്ഛ, അമ്മേ, നിങ്ങളോടൊക്കെ ഒരു തെറ്റ് ഞാൻ ചെയ്തു. അത് എന്നെ രാധികെ നിങ്ങൾ കണ്ടതല്ല. ദേവനാരായണ തിരുമേനിയുടെ മകളെ എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ ചെയ്ത തെറ്റും. ഞാൻ പറഞ്ഞത് ദേവനാരായണ തിരുമേനിയുടെ മൂത്ത മകളായ രാധികയെ എനിക്കിഷ്ടമെന്നാ. എന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പെണ്ണാലോചിച്ചതും വിവാഹം ഉറപ്പിച്ചതുമൊക്കെ ദേവനാരായണ തിരുമേനിയുടെ ഇളയ മകൾ പ്രിയങ്കയും. അങ്ങനെ വരണ്ട വാക്കുകൾ കേട്ട് ഞെട്ടലോട്ട് കൂടി നിൽക്കുന്ന പരമേശ്വരനെയും പത്മിനിനെയും പ്രിയങ്കയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്